അപ്പോൾ പാർട്ട് എയിൽ വന്നിട്ടുള്ള ഒന്നാമത്തെ ചോദ്യം നോക്ക്, എന്താണ് ഡിഫൈൻ ഫ്രെയിംഡ് സ്ട്രക്ചർ എന്നുള്ളതാണ്. അപ്പോൾ അതിന്റെ ആൻസർ കൂടെ അവിടെ കൊടുത്തിട്ടുണ്ട്. എന്താ പറഞ്ഞിട്ടുള്ളത്? ഇറ്റ് ഈസ് എ സ്ട്രക്ചർ അല്ലെ, ഇറ്റ് ഈസ് എ സ്ട്രക്ചർ കംപ്രൈസിങ് ഓഫ് സ്ലാബ്സ് റെസ്റ്റിംഗ് ഓൺ ബീംസ് വിച്ച് ആർ സപ്പോർട്ടഡ് ബൈ എ നെറ്റ്വർക്ക് ഓഫ് കോളം. അപ്പോൾ കോളംസ് അതുപോലെ തന്നെ ബീംസ് സ്ലാബ്സ് ഒക്കെ വരുന്ന അത്തരം സ്ട്രക്ചറിനെയാണ് എന്ത് പറയുന്നത്? ഫ്രെയിംഡ് സ്ട്രക്ചർ എന്ന് പറയാം അല്ലെ. നമുക്ക് സാധാരണ നമ്മുടെ നാടുകളിലൊക്കെ കാണുന്ന സ്ട്രക്ചർ ഒക്കെ എന്താണ്? ഫ്രെയിംഡ് സ്ട്രക്ചർ ആണ്. ബിൽഡിംഗ് ഒരു 3 നില കെട്ടിടം 4 നില കെട്ടിടം ഒക്കെ ആ ഒരു രീതിയിലാണ് വരിക അല്ലെ. അപ്പൊ ഇവിടെ സ്ലാബ് ഉണ്ടാവും, ആ സ്ലാബ് സപ്പോർട്ട് ചെയ്തിട്ട് എന്തുണ്ടാവും? ബീം ഉണ്ടാവും. ആ ബീമിന്റെ ലോഡ് അല്ലെങ്കിൽ സ്ലാബിന്റെ ബീമിന്റെ ലോഡ് എങ്ങോട്ടേക്കാണ് പോകുന്നത്? അത് നേരെ ഈ കോളത്തിലോട്ടാണ് പോവുക അല്ലെ. എല്ലാ കോളത്തിലോട്ടും അത് പോവും. പിന്നെ ലാസ്റ്റ് എന്ത് ചെയ്യും? ആ കോളത്തിന്റെ ലോഡുകൾ ഈ ഒരു ഫൗണ്ടേഷനിലേക്ക് പോകും അല്ലെ. പിന്നെ ആ ഫൗണ്ടേഷന് താഴത്തോട്ട് അല്ലെ, മണ്ണാണെങ്കിൽ മണ്ണ്, അതല്ല റോക്ക് ആണെങ്കിൽ റോക്കിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്യും. അപ്പൊ ഇത്തരത്തിലുള്ള വരുന്ന സ്ട്രക്ചറിനെയാണ് എന്ത് പറയുന്നത്? ഫ്രെയിംഡ് സ്ട്രക്ചർ എന്ന് പറയാം. ഓക്കെ അല്ലേ. നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? നെയിം ദ കോഡ് ഓഫ് പ്രാക്ടീസ് ഫോർ ഡക്ടൈൽ ഡിസൈൻ ആൻഡ് ഡീറ്റെയിലിംഗ് ഓഫ് റെയിൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സ് സബ്ജക്റ്റഡ് ടു സീസ്മിക് ഫോഴ്സ്. അപ്പൊ സീസ്മിക് ഫോഴ്സ് അല്ലെങ്കിൽ എർത്തുക്കേക്ക് ഫോഴ്സിലൊക്കെ വരുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന IS കോഡ് അത് IS 13920 ആണ്. ഓക്കെ. അപ്പൊ നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന റെയിൻഫോഴ്സ്ഡ് സിമെന്റ് കോൺക്രീറ്റിന്റെ കോഡ് ഏതാണ്? അത് IS 456 ആണ് നോർമൽ കോഡ് കേട്ടോ. IS 456 2000. ഇനി അത് സീസ്മിക് ഫോഴ്സ് എന്ന് പ്രത്യേകം ചോദിക്കുകയാണെങ്കിൽ വരുന്ന ആൻസർ ആണ് എന്ത്? IS 13920 ഓക്കെ അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? എക്സ്പാൻഡ് KMBR അല്ലെ. KMBR എക്സ്പാൻഡ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിലെന്താണ് KMBR എന്ന് പറഞ്ഞാൽ? അത് കേരള മുനിസിപ്പാലിറ്റി ബിൽഡിംഗ് റൂൾസ് ആണ് KMBR. ഓക്കെ. KMBR എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള മുനിസിപ്പാലിറ്റി ബിൽഡിംഗ് റൂൾസ്. ഓക്കെ. നമുക്ക് ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുന്ന സമയത്ത് പലതരം റൂളുകളുണ്ട്, പലതരം മീൻസ് പല ക്രൈറ്റീരിയാസ് ഉണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതിൽ എത്രത്തോളം ഓഫ്സെറ്റ് വിടണം അല്ലെ, ഫ്രണ്ടിൽ എത്ര ഓഫ്സെറ്റ് വേണം, ബാക്കിൽ എത്ര വേണം, സൈഡിൽ എത്ര വേണം എന്നൊക്കെ ഓരോന്നോരോ റൂൾസുകൾ ഉണ്ട്. അപ്പൊ അത് പഞ്ചായത്തിൽ ഒരു റൂളാണ്, മുനിസിപ്പാലിറ്റിയിൽ വേറെ റൂളാണ്. അപ്പൊ അതിൽ മുനിസിപ്പാലിറ്റിയിൽ വരുന്ന റൂളുകൾ പറയുന്ന ആ ഒരു കോഡിനെയാണ് എന്ത് പറയുന്നത്? കേരള മുനിസിപ്പാലിറ്റി ബിൽഡിംഗ് റൂൾസ്. ഓക്കെ. അപ്പൊ ഇതുമായിട്ട് ചേർത്ത് പഠിക്കേണ്ട മറ്റൊന്നാണ് KPBR. ഇപ്പൊ KPBR സെയിം സംഗതി തന്നെയാണ്. അതിൽ മുനിസിപ്പാലിറ്റി എന്നുള്ളടത്ത് ഇവിടെ എന്തായിട്ട് മാറും? പഞ്ചായത്തിനായിട്ട് മാറും. ഓക്കെ അല്ലേ. അതുപോലെ തന്നെ NBC എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അത് നാഷണൽ ബിൽഡിംഗ് കോഡാണ്. നാഷണൽ ബിൽഡിംഗ് കോഡ്. അപ്പൊ ഈ 3 കാര്യങ്ങളും ഓർത്തിരിക്കുക. KMBR ഓർത്തിരിക്കുക, KPBR ഓർത്തിരിക്കുക, അതുപോലെ തന്നെ NBCയും കൂടി ഓർത്തിരിക്കുക. ഓക്കെ. അപ്പൊ ഇത്രയാണ് പാർട്ട് എയിൽ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസുകൾ. പാർട്ട് എയിൽ നമ്മൾ ആദ്യം പറഞ്ഞ ക്വസ്റ്റ്യൻ ഫ്രെയിംഡ് സ്ട്രക്ചർ എന്താന്നുള്ളതായിരുന്നു. പിന്നീട് രണ്ടാമത് നമ്മൾ സീസ്മിക് ഫോഴ്സിന് യൂസ് ചെയ്യുന്ന IS കോഡ് ഏതാന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് എക്സ്പാൻഡ് KMBR അല്ലെ. KMBRന്റെ ഫുൾ ഫോം ആണ് ചോദിച്ചിരിക്കുന്നത്, അത് പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ KPBRും NBC കൂടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. നമുക്കിനി പാർട്ട് ബിയിലേക്ക് നോക്കാം. പാർട്ട് ബിയിൽ വന്നിട്ടുണ്ടായിരുന്ന ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? റൈറ്റ് ഡൗൺ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ബിൽഡിംഗ്സ് ആസ് പെർ NBC അല്ലെ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന NBC നാഷണൽ ബിൽഡിംഗ് കോഡ് പ്രകാരം വരുന്ന ബിൽഡിങ്ങിന്റെ ക്ലാസിഫിക്കേഷൻസ് ഏതൊക്കെയെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസറും ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ. ഏതൊക്കെയാണ്? ഗ്രൂപ്പ് അല്ലെങ്കിൽ ക്ലാസ് ഗ്രൂപ്പ് എന്ന് വെച്ചിട്ടാണ് പറയാ. ഗ്രൂപ്പ് A ബിൽഡിങ്സ്. ഓക്കെ. അപ്പൊ ഗ്രൂപ്പ് A ബിൽഡിംഗ് ആണ് ഏത്? റെസിഡൻഷ്യൽ ബിൽഡിംഗ്. ഓക്കെ. അങ്ങനെ ഗ്രൂപ്പ് ബിയിലേക്ക് വരുന്ന സമയത്ത് അത് ഏതാണ്? അത് എഡ്യൂക്കേഷണൽ ബിൽഡിങ്സ് ആണ്. പിന്നെ ഗ്രൂപ്പ് സിയിൽ വരുന്ന സമയത്ത് അത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബിൽഡിങ്സ്. ഗ്രൂപ്പ് ഡിയിൽ അസംബ്ലി ബിൽഡിങ്സ്. ഗ്രൂപ്പ് E ഫോർ ബിസിനസ് ബിൽഡിങ്സ്. അതുപോലെ ഗ്രൂപ്പ് F മെഴ്സൻഡൈൽ ബിൽഡിങ്സ് ആണ്. ഗ്രൂപ്പ് G ഇൻഡസ്ട്രിയൽ ബിൽഡിങ്സ്. ഗ്രൂപ്പ് H സ്റ്റോറേജ് ആൻഡ് ഗ്രൂപ്പ് I ഇത് I ആണ് കേട്ടോ, J അല്ല. ഗ്രൂപ്പ് I വന്നിട്ടുള്ളത് ഹസാർഡസ് ബിൽഡിങ്സ് ആണ്. ഓക്കെ. അപ്പൊ ഇത്രയാണ് നമുക്ക് വരുന്ന ഗ്രൂപ്പുകൾ. അപ്പൊ അതിൽ റെസിഡൻഷ്യൽ ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ സാധാരണ സ്ലീപ്പിംഗ് ഫെസിലിറ്റീസ് ഒക്കെ ഉള്ള ബിൽഡിങ്സിനാണ് റെസിഡൻഷ്യൽ ബിൽഡിംഗ് എന്ന് പറയാം. അപ്പൊ അതാണ് ഇതിൽ ഓർത്തിരിക്കേണ്ട പോയിന്റ്, സ്ലീപ്പിംഗ് ഫെസിലിറ്റി ഉള്ള ബിൽഡിംഗ്. ഓക്കെ. സ്ലീപ്പിംഗ് ഫെസിലിറ്റി, അക്കോമഡേഷൻ ഒക്കെ ഉള്ള ഫെസിലിറ്റി ഉള്ള ബിൽഡിങ്ങിനാണ് റെസിഡൻഷ്യൽ ബിൽഡിംഗ് എന്ന് പറയാം. പിന്നെ അതിൽ തന്നെ പല ടൈപ്പ് ഉണ്ട്. ഗ്രൂപ്പ് A1 A2 A3 ഒക്കെ വരുന്നുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ പോകുന്നില്ല. ഓക്കെ. പിന്നെ അതും ഓർത്തിരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ബേസിക് ആയിട്ട് ഈ ഒരു ഗ്രൂപ്പുകൾ ഓർത്തിരിക്കുക. ഗ്രൂപ്പ് A മുതൽ ഗ്രൂപ്പ് I വരെ ഓർത്തിരിക്കുക. അതിൽ ഏതൊക്കെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഓക്കെ. ഇനി എഡ്യൂക്കേഷൻ ബിൽഡിങ്സിൽ എന്തായിരിക്കും?
അല്ലെ എഡ്യൂക്കേഷൻ പർപ്പസിന് യൂസ് ചെയ്യുന്ന ബിൽഡിങ്ങുകളൊക്കെയാണ് അതിനകത്ത് വരുന്നത്. ഇനി ഇൻസ്റ്റിറ്റ്യൂഷണൽ ബിൽഡിങ്സിൽ എന്താ പ്രധാനമായിട്ട് വരുന്നത്? ഹോസ്പിറ്റൽസ് കാര്യങ്ങളൊക്കെ ഇതിനകത്താണ് വരിക. ഹോസ്പിറ്റൽസ്, അതുപോലെ ഓർഫനേജ്, ഓക്കെ, അതുപോലെ ഓൾഡ് ഏജ് ഹോംസ്, പിന്നെ പ്രിസൺ അല്ലെ ജയില് കാര്യങ്ങളൊക്കെ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ബിൽഡിങ്സിനകത്താണ് വരുന്നത്. പിന്നെ അസംബ്ലി ബിൽഡിങ്സ് അല്ലെ, എന്താണ് അസംബ്ലി ബിൽഡിങ്സ്? ഒരു കൂട്ടം ആളുകൾക്ക് ഒത്തുചേരാൻ ഉള്ള ഒരു ഫെസിലിറ്റി ഉള്ള ബിൽഡിങ്ങിനാണ് അസംബ്ലി ബിൽഡിങ്സ് എന്ന് പറയാം അല്ലെ. നമ്മൾ നോർമലി നാടുകളിലൊക്കെ യൂസ് ചെയ്യുന്ന ഓഡിറ്റോറിയംസ്, അതുപോലെ തന്നെ കൺവെൻഷൻ സെന്റേഴ്സ്, ഓക്കെ. അപ്പൊ ഇതൊക്കെ ഇതിനകത്താണ് വരിക. ഈ ഒരു അസംബ്ലി ബിൽഡിങ്സിനകത്താണ് ഇത്തരം ഓഡിറ്റോറിയംസ് ആയാലും കൺവെൻഷൻ സെന്റേഴ്സ് ഒക്കെ വരുന്നത്. ഇനി അതുപോലെ തന്നെ ബിസിനസ് ബിൽഡിങ്സ് ഉണ്ട്. ബിസിനസ് ബിൽഡിങ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബിസിനസ് ട്രാൻസാക്ഷൻസ് വരുന്ന ബിൽഡിങ്ങുകളാണ്. എന്ന് വെച്ചാൽ അതിന്റെ എക്സാമ്പിൾസ് ആയിട്ട് പറയാറുള്ളത് സാധാരണ ബാങ്ക് വരുന്നുണ്ട്, ബാങ്ക്, അതുപോലെ തന്നെ ലൈബ്രറീസ് കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് വരിക. ഇനി മെർസൻഡൈൽ ബിൽഡിങ്സിനകത്താണ് നമ്മൾ സാധാരണ ബിസിനസ് അല്ലെങ്കിൽ റീറ്റെയിൽ ഷോപ്സ് ഒക്കെ അല്ലേ, റീറ്റെയിൽ ഷോപ്സ് അതൊക്കെ ഇതിനകത്താണ് വരിക. ഓക്കെ, അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ ബിൽഡിങ്സ് അല്ലെ, ഇൻഡസ്ട്രിയൽ പർപ്പസിന് അല്ലെ എന്തെങ്കിലും മീൻസ് പ്രോഡക്റ്റുകൾ മാനുഫാക്ചർ ചെയ്യാനോ അല്ലെങ്കിൽ അസംബിൾ ചെയ്യാനോ അതിനൊക്കെ വേണ്ടിയിട്ട് അല്ലെ ഫാബ്രിക്കേഷനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ബിൽഡിങ്സിനാണ് എന്ത് പറയാം? ഇൻഡസ്ട്രിയൽ ബിൽഡിങ്സ് എന്ന് പറയാം. ഓക്കെ, ഇനി അതുപോലെ തന്നെ സ്റ്റോറേജ് ബിൽഡിങ്സ് അല്ലെ, നമ്മൾ ഇൻഡസ്ട്രിയിൽ നിർമ്മിച്ച നമ്മുടെ പ്രോഡക്റ്റുകൾ സ്റ്റോർ ചെയ്യുന്ന വെയർ ഹൗസ് അല്ലെങ്കിൽ ഗോഡൗൺസ് ഒക്കെ അല്ലേ, അത്തരം ബിൽഡിങ്ങുകൾക്ക് കോമൺ ആയിട്ട് പറയുന്ന അല്ലെങ്കിൽ അതൊക്കെ ഇതിന്റെ കീഴിലാണ് വരിക. ബിൽഡിങ്ങിന് ഗ്രൂപ്പ് എച്ചിൽ വരുന്ന സ്റ്റോറേജ് ബിൽഡിങ്സിന്റെ കീഴിലാണ് വരുന്നത്. ഓക്കെ, ഗോഡൗൺസ് അതുപോലെ വെയർ ഹൗസസ് ഒക്കെ. അപ്പൊ എല്ലാത്തിന്റെ എക്സാമ്പിൾസ് കൂടെ പഠിച്ചിരിക്കുക കേട്ടോ. ഇനി ഇൻ കേസ് ഇതൊരു 7 മാർക്കിനൊക്കെ ചോദിക്കുകയാണെങ്കിൽ അതും കൂടി എഴുതേണ്ടതുണ്ട്. 3 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ ഇപ്പൊ ഈ സ്ലൈഡിൽ കൊടുത്ത കാര്യങ്ങൾ മാത്രം എഴുതി വെച്ചാൽ മതി. ഓക്കെ, ഇനി ലാസ്റ്റ് വൺ ഹസാർഡസ് ബിൽഡിംഗ് ആണ്. അപ്പൊ തൊട്ട് മുന്നേ ഇപ്പൊ നമ്മൾ ഗ്രൂപ്പ് എച്ചിൽ പറഞ്ഞത് സ്റ്റോറേജ് ആണ്. അപ്പൊ അതിൽ തന്നെ ഇൻഫ്ലേമബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഹസാർഡസ് ആയിട്ട് അല്ലെ പ്രത്യേകം നമ്മൾ സൂക്ഷിക്കേണ്ട മെറ്റീരിയൽസ് വല്ലതും ഉണ്ട് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കത്തിപ്പിടിക്കാനുള്ള ചാൻസ് ഉള്ള അത്തരം അല്ലെ ഫ്യൂവൽസ് കാര്യങ്ങളൊക്കെ, അതുപോലെ പെട്ടെന്ന് ഫ്ലെയിമബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ്, അപ്പൊ അതിനൊക്കെ വരുന്ന പ്രത്യേകം സ്റ്റോറേജ് കാര്യങ്ങൾ വേണ്ടി വരും. അത്തരം ബിൽഡിങ്ങുകൾക്കാണ് എന്ത് പറയാം? ഹസാർഡസ് ബിൽഡിങ്സ് എന്ന് പറയാം. ഓക്കെ അല്ലേ? അപ്പൊ എന്തിനാണ് ഇതിനെ ഇങ്ങനെ പല മീൻസ് തരം തിരിച്ചിരിക്കുന്നത്? അപ്പൊ ഇതിന് പ്രകാരമാണ് പല റൂൾസുകൾ വരുന്നത്. ഇപ്പൊ നമുക്ക് റെസിഡൻഷ്യൽ ബിൽഡിങ്ങിന് വേണ്ടുന്ന റൂൾസ് ആയിരിക്കില്ല ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ബിൽഡിങ്സ് വരുന്ന സമയത്ത് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ബിൽഡിങ്സ് ഉണ്ടാക്കുന്ന സമയത്ത് അല്ലെ. പല റൂൾസുകൾ ഉണ്ട്. ഒരു റെസിഡൻഷ്യൽ ബിൽഡിംഗ് അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുകയാണെങ്കിൽ അവിടെ എത്രത്തോളം നമ്മൾ ടോയ്ലറ്റ്സ് പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളത് നോക്കേണ്ടതുണ്ട്. അതുപോലെ ഇനി ഒരു ബിസിനസ് ബിൽഡിംഗ് ആണെങ്കിൽ അവിടെ നമ്മൾ എത്രത്തോളം പാർക്കിംഗ് സ്പേസ് പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളതൊക്കെ ഉണ്ട്. അപ്പോൾ ഓരോ ടൈപ്പ് ബിൽഡിങ്ങിനും അത് ഓരോ രീതിയിലാണ് ഉണ്ടാവുക. അതുകൊണ്ടാണ് അത് തരംതിരിച്ചിട്ടുള്ളത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണ് NBC പ്രകാരം വരുന്ന ബിൽഡിങ്ങിന്റെ ക്ലാസിഫിക്കേഷൻ. അപ്പോൾ അത് ഓർത്തിരിക്കുക, ബേസ്ഡ് ഓൺ ഒക്യുപ്പൻസി ആണ്. ആ ഒരു ബിൽഡിംഗ് എന്തിനു വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് എന്നതിനെ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ ഈ ഒരു ക്ലാസിഫിക്കേഷൻ വരുന്നത്. ഓക്കെ അല്ലേ? നമുക്ക് അടുത്ത് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്?